വിമാനം തകർന്നു വീണ് ട്രംപ് വെടിവെച്ചിട്ടാണോ അറിയത്തില്ല, കാരണം ഇപ്പൊ യുദ്ധം നടക്കുമല്ലേ. വാ നമുക്ക് അതൊന്ന് കാണാം. അതെ അടിപൊളിയാ, നോക്കിയേ അങ്ങോട്ട് നോക്കിയേ ചേട്ടാ, ഇതെങ്ങനെ താഴെ വീണതാണോ? ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വെടിവെച്ചിട്ടതല്ലേ? പറഞ്ഞില്ല കറക്റ്റായിട്ട് അങ്ങനെ നോക്കി. എന്ത് അടിപൊളി. അതെ, റോഡ് സൈഡിൽ തന്നെ നിങ്ങൾക്ക് വരുന്ന വഴിക്ക് കാണാൻ പറ്റും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇത് തകർന്നു വീണയാണോ ഉണ്ടാക്കി വെച്ചാണോ എന്താ നമുക്ക് ഇപ്പൊ അറിയാം കേട്ടോ. അപ്പൊ ഇതാണ്ട് നമ്മൾ ഈ വിമാനത്തിന്റെ ഹിസ്റ്ററിയിലോട്ടൊന്ന് പോണേ. ഈ മക്കളെ കണ്ടോ, ഈ രണ്ട് കുഞ്ഞു മക്കൾക്ക് വേണ്ടി അവർ അച്ഛൻ ചെയ്തു കൊടുത്ത ഒരു വിമാനമാണ് കേട്ടോ. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കാൻ വന്നത്. ചേട്ടാ എന്താണ് സംഭവം? സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 വർഷത്തിന് മുമ്പ് എൻ്റെ കുഞ്ഞുങ്ങൾ ഒരു യൂട്യൂബറെ കാണാൻ പോയ ഒരു വിഷയമാണ്. അങ്ങനെ യൂട്യൂബറിന്റെ വീട്ടിലെത്തി. ആ യൂട്യൂബറെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് യൂട്യൂബറിന്റെ വീട്ടിലെത്തി. യൂട്യൂബറിന്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി പറഞ്ഞു യൂട്യൂബർ ബിസിയാണെന്ന്. ഞങ്ങൾ പറഞ്ഞു ചേച്ചി കുഴപ്പമില്ല, ബിസി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കയറി കണ്ടോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു വേണ്ട നിൽക്കേണ്ട, വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു 65 കിലോമീറ്റർ ദൂരെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചു പോരാനൊരു മടി, കണ്ടിട്ട് വരാമല്ലോ എന്നുള്ളൊരു ധാരണയിൽ ഞങ്ങൾ വീണ്ടും 1-2 പ്രാവശ്യം കൂടെ ഒന്ന് ചോദിച്ചു നോക്കി ഒന്ന് കാണാൻ വേണ്ടി. അപ്പോഴും ഇത് തന്നെ ആവർത്തിച്ചു, കാണാൻ പറ്റത്തില്ല, വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കുഞ്ഞുങ്ങളെ കൊണ്ട് റോഡിലേക്ക് ഇറങ്ങി വന്നപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ ഒന്ന് കരഞ്ഞു. കാരണം ഒരു യൂട്യൂബറെ കാണാൻ പോയതല്ലേ, ആഗ്രഹം കൊണ്ട് കാണാൻ പറ്റിയില്ലല്ലോ. അപ്പം കരഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു മോനെ നീ കരയണ്ട, ഇനി മുതൽ നിൻ്റെ യൂട്യൂബർ ഞാനാണ്. അപ്പോൾ എൻ്റെ മകൻ എന്നോട് പറയുന്നത് ഇങ്ങനത്തെ യൂട്യൂബറെ അല്ല ആവശ്യം, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു യൂട്യൂബറുടെ കൂടെ നിന്ന് പടമെടുക്കുകയും അല്ലെങ്കിൽ യൂട്യൂബർ അങ്ങനെ ഒരു യൂട്യൂബറിനെയാണ് ആവശ്യം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിന്തിച്ചു ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളായി എങ്ങനെ മാറാം. അങ്ങനെ ഞാൻ ഒരുപാട് കണ്ടന്റ് എൻ്റെ മനസ്സിലിങ്ങനെ ഓടിയെത്തി. അപ്പോഴേ ഊണിലും ഉറക്കത്തിലും എൻ്റെ മനസ്സിലുള്ള ഒറ്റ ചിന്തയേ ഉള്ളൂ, ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറണം, യൂട്യൂബറായി തീരണം. കാരണം മക്കൾ പറയുന്നത് എന്തുവാ, വീട്ടിൽ മാത്രം ഇരിക്കുന്ന യൂട്യൂബറെ ആവശ്യമില്ല, വേറെ പണി നോക്കിക്കൊള്ളാൻ പറയുന്നത്. അതുകൊണ്ട് ലോകം മുഴുവൻ അറിയപ്പെടണം എന്നുള്ളൊരൊറ്റ വിഷയമാണ്. അപ്പം ഞാൻ ചിന്തിച്ചു എന്ത് ചെയ്താൽ ലോകം മുഴുവൻ അറിയപ്പെടാം. അപ്പം അങ്ങനെ ഞാൻ ചിന്തിച്ച് കഴിഞ്ഞപ്പം ഒരു ഫ്ലൈറ്റ് ക്രാഷ് ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു വിഷയമാണ്. എന്നാൽ ഒരു ഫ്ലൈറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചെറിയൊരു ഫ്ലൈറ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല, തകർക്കണമെന്നുണ്ടെങ്കിൽ വലിയ ഫ്ലൈറ്റ് തന്നെ ഉണ്ടാക്കണം. അപ്പൊ എന്നാലും ലോകം മുഴുവൻ അറിയപ്പെടത്തുള്ളൂ, നല്ല ശ്രദ്ധ വരത്തുള്ളൂ. അപ്പൊ ലോകം മുഴുവനും അറിയപ്പെടാനുള്ള രീതിയിൽ അല്ലെങ്കിൽ അതേ വലുപ്പത്തിലുള്ള ഒരു ഫ്ലൈറ്റ് ഉണ്ടാക്കി. എന്നിട്ട് അത് തകർക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ ഫ്ലൈറ്റ് ഉണ്ടാക്കാനുള്ള ഒരു കാരണം. സത്യം പറഞ്ഞാൽ ഇതൊരു സ്വീറ്റ് റിവഞ്ച് ആയിരുന്നു അല്ലേ? അവരോടുള്ള റിവഞ്ച് ആയിരുന്നു. അത് പക്ക അടിപൊളിയായിട്ട് ബ്ലാസ്റ്റ് ആവുകയും ചെയ്തല്ലേ? അടിപൊളിയായിട്ടുണ്ട്. കൂടുതൽ വിശേഷങ്ങളൊക്കെ പറയാമോ? പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ. ഒരുപാട് വ്യക്തികൾ ഞങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങി. അതുതന്നെയാണ് എൻ്റെ മകനും ആഗ്രഹിച്ചത്. ഒരുപാട് വ്യക്തികൾ ഞങ്ങളെ തിരിച്ചറിയണം, തിരിച്ചറിയുന്നവരോട് കൂടെ നിൽക്കണം എന്നുള്ളൊരാഗ്രഹമാണ് അവനും ഉണ്ടായത്. അപ്പം ഞങ്ങളെ യാത്രയിലായാലും ഞങ്ങൾ എവിടെയെങ്കിലും പോയാലായാലും ഞങ്ങളെ ഒരുപാട് പേര് ഇപ്പം തിരിച്ചറിയുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു. ചേട്ടാ നമ്മുടെ ഈ ഫ്ലൈറ്റ് എവിടെ ഇടിച്ച് നിൽക്കുന്നേ? ഇപ്പോ സ്ഥല ലൊക്കേഷൻ എവിടെയാ? ഇപ്പം പത്തനംതിട്ട ജില്ലയിൽ കലഞ്ഞൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പൊ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഫാമിലി ആണല്ലേ? അതെ അതെ. ഈ മക്കൾക്ക് വേണ്ടിയാണല്ലോ ഇത് ചെയ്ത് കൊടുത്തത്? ഇവർക്ക് വേണ്ടിയാണ്. ഓക്കെ, നമുക്ക് പരിചയപ്പെടാം അവരെയൊക്കെ ഒന്ന്. അതെ തീർച്ചയായിട്ടും. ഇത് ഗോഡ്ലിയ, എന്റെ ഇളയ മകളാണ്. ഇത് ഗോഡ്സോൺ, ഇതെന്റെ മൂത്ത മകനാണ്. ഇതെന്റെ ഏറ്റവും മൂത്ത മകള് സുമി. ഇതാണ് എന്റെ വൈഫ്. ഓക്കെ ചേട്ടാ, നമ്മൾ ഈ ഒരു ഫ്ലൈറ്റ് എത്ര വർഷം കൊണ്ടാ ഉണ്ടാക്കിയെടുത്തേ? ഇത് 2 മാസം കൊണ്ട്. 2 മാസം കൊണ്ട്. എത്ര കോസ്റ്റ് വന്നു കാണും? നല്ല ബഡ്ജറ്റ് ആയോ? ഏകദേശം 80,000 രൂപ കോസ്റ്റ് ആയിട്ടുണ്ട്. 80,000 രൂപ കോസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ. ഇതിനകത്ത് കയറാൻ പറ്റുമോ നമുക്ക്? മുകളിൽ കയറി ഇരിക്കാമായിരുന്നു, പക്ഷെ ഇപ്പം പറ്റത്തില്ല, അത്ര സെറ്റപ്പിലല്ല ഇരിക്കുന്നത്. ഇതിന്റെ മുകളിൽ കയറാം. ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, കറക്റ്റ് നമ്മളൊരു എയർപോർട്ടിൽ പോയ ഒരു ഫ്ലൈറ്റ് കാണുന്ന പോലെ തന്നെ അല്ലേ? നിങ്ങൾക്ക് എത്രത്തോളം അത് ഇതിൽ കാണുമ്പോൾ മനസ്സിലാവുന്ന തരത്തില് നമ്മൾ അവിടെ വന്നപ്പോഴേ ഞാൻ ഓടി ഇവിടെ വന്നു. ആദ്യം നിങ്ങളിവിടെ ഇല്ലായിരുന്നു, ഞാൻ ഓടി ഇവിടെ വന്ന് ഞാൻ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ടൊക്കെ പിന്നെ അവിടെ പോയത്. നല്ല രസമുണ്ട് കേട്ടോ. അവിടെ നിന്ന് നോക്കുമ്പോഴേ നമുക്ക് നല്ലതായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളിയാണ്. നേരിട്ട് വന്ന് കണ്ടിട്ടില്ലാത്തൊരു പ്രാവശ്യം വന്ന് കാണണം കേട്ടോ. ഇതിന്റെ നിർമ്മാണ രീതി, ഇതിന് എന്തൊക്കെ സാധനങ്ങളാണ് മെറ്റൽസ് ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത്? ഇത് സ്ക്വയർ പൈപ്പുകള്, അതേപോലെ ട്യൂബ്, നെറ്റ്, പിന്നെ അതേപോലെ ACP ഷീറ്റ് എല്ലാം ഉണ്ട്. പിന്നെ ടയറുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത്ര നമ്മൾ സംസാരിച്ചേട്ടന്റെ പേര് മാത്രം പറഞ്ഞില്ല, എന്തായിരുന്നു പേര്? എന്റെ പേര് ബൈജു. ഓക്കെ, നമ്മളിപ്പോ നിൽക്കുന്നത് പത്തനാപുരമാണ് അല്ലെ? പത്തനംതിട്ട ജില്ലയിൽ പത്തനാപുരം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പൊ ആർക്കെങ്കിലും ഈ ഒരു അടിപൊളി ഐറ്റം വന്ന് കാണണമെങ്കിൽ പെട്ടെന്ന് വന്നു അല്ലെ? ഇപ്പൊ ഇത് 3 വർഷത്തോളം ആയി കേട്ടോ ഇവിടെ സ്ഥിതി ചെയ്യാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഈ ഏരിയയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സ്പ്രെഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അടിപൊളിയാണ്.